ഏവർക്കും എൽഷദായ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഗംഗാ നദിയെക്കുറിച്ചിട്ടും അതിൻ്റെ പോഷക നദികളെക്കുറിച്ചുമാണ്. നമ്മൾ ഹിമാലയൻ നദികളിൽ സിന്ധു നദി ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. എല്ലാ പോയിൻറ്റ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ക്ലാസ് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലാസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. ഇന്ന് നമ്മൾ ഗംഗാ നദിയെക്കുറിച്ചും അതിൻ്റെ പോഷക നദികളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. വളരെ ശ്രദ്ധയോടെ തന്നെ ക്ലാസ് കേട്ടിരിക്കുക. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നമുക്കറിയാം, പ്രത്യേകിച്ച് HSIയുടെ സിലബസിൽ നമുക്ക് ഡ്രൈനേജ് എന്നൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും. ഇന്ത്യ ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഡ്രൈനേജ് എന്ന്. അപ്പോൾ എന്തിനെക്കുറിച്ചാണ്? ഇന്ത്യയിലെ നദികളെക്കുറിച്ചും ഉപദ്വീപീയ നദികളെക്കുറിച്ചാണ് നമ്മൾ ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഗംഗാ നദി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ ദേശീയ നദിയാണ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാ നദി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാ നദി. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടമാണ് ഗംഗാതടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടമാണ് ഗംഗാതടം. ഇന്ത്യയിലെ ആ ഒരു ഗംഗാതടത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 8.68 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അതായത് ഇന്ത്യയിലെ ഒരു ഗംഗാതടത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് എത്രയാണ്? 8.68 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. പിന്നെ നമുക്ക് അറിയാം, ഈ ഒരു ഗംഗാതടം രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ്. ഒരു ഗംഗാതടം രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? നിക്ഷേപ പ്രക്രിയയിലൂടെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഗംഗ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. അപ്പോൾ ഈ ഒരു ഗംഗാ നദിയുടെ നീളം എന്ന് പറയുന്നത് 2525 25 എന്ന് ഓർത്ത് വയ്ക്കുക. ചില രേഖകളിൽ 2500 എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ 25 എന്ന് ഓർത്ത് വയ്ക്കുക. അഥവാ ഓപ്ഷനിൽ 2500 തന്നു കഴിഞ്ഞാൽ അതും എഴുതാം. അപ്പോൾ 2525 കിലോമീറ്ററാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗാ നദിയുടെ നീളം എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കാം. ഇനി ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദി കൂടിയാണ് ഗംഗാ നദി. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് ഗംഗാ നദി. ഇനി പ്രധാനമായിട്ട് ഗംഗയുടെ ഉത്ഭവം പലവട്ടം മുമ്പൊക്കെ PSC ഒരുപാട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. എന്താണ് ഗംഗയുടെ ഉത്ഭവസ്ഥാനം? ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ പ്രസിദ്ധമായ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്. ഉത്തരാഖണ്ഡിലാണിത്. അപ്പോൾ എന്താണ് ഹിമാലയത്തിലെ ഗംഗോത്രി? അതായത് ഹിമപാടത്തിലെ പ്രസിദ്ധമായ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാ നദിയുടെ ഉത്ഭവം. ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ പ്രസിദ്ധമായ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഈ ഒരു ഗംഗാ നദിയുടെ ഉത്ഭവം. നമുക്കറിയാം, ഇന്ത്യയുടെ ദേശീയ നദിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇയറാണ്. പലവട്ടം PSC ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതാണ്? 2008 നവംബർ 4. ഡേറ്റ് ഉൾപ്പെടെ പഠിച്ചു വയ്ക്കുക. 2008 നവംബർ 4 എന്ത്? ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2008 നവംബർ 4. ഇനി ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേരാണ് ഭഗീരഥി. അപ്പോൾ തുടക്കത്തിൽ ആ ഒരു ഉത്ഭവ സ്ഥാനത്ത് നിന്ന് ഗംഗ അറിയപ്പെടുന്നത് എന്താണ്? ഭഗീരഥി എന്നാണ്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേരാണ് ഭഗീരഥി. ഭാഗീരഥി എന്നും പുസ്തകങ്ങളിൽ കാണാം. ഭഗീരഥി അല്ലെങ്കിൽ ഭാഗീരഥി. അപ്പോൾ ഉത്ഭവസ്ഥാനത്തെ ഗംഗ അറിയപ്പെടുന്നത് എന്താണ്? ഭാഗീരഥി എന്നാണ്. പിന്നെ ഗംഗയുടെ പതനസ്ഥാനം ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. ഗംഗയുടെ പതനസ്ഥാനം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലാണ്. ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ബംഗ്ലാദേശും. ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ബംഗ്ലാദേശും. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു, തുടക്കത്തിൽ ഭഗീരഥി എന്നറിയപ്പെടുന്ന ഗംഗ, അതായത് ഭഗീരഥിയും അളകനന്ദയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്? അപ്പോൾ ആരെല്ലാം തമ്മിൽ യോജിച്ചുകൊണ്ടാണ്? അതായത് ഭഗീരഥിയും അളകനന്ദയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവപ്രയാഗിൽ നിന്നാണ്. അപ്പോൾ ഭഗീരഥിയുടെ കൂടെ അളകനന്ദയും കൂടി യോജിച്ചുകൊണ്ട് ദേവപ്രയാഗിൽ എത്തിയിട്ടാണ് എന്ത്? ഈ ഒരു ഗംഗാ നദി ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു ഭഗീരഥി ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത് ദേവപ്രയാഗിൽ വെച്ചാണ്.
ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 5 നദികളുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഏതൊക്കെയാണ്? ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാർ. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 5 നദികളാണ് ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാർ. ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാർ. ഇനി ഈ ഒരു അളകനന്ദ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ സാധോപാന്ത് ഹിമാനിയിൽ നിന്നാണ്. സാധോപാന്ത് ഹിമാനിയിൽ നിന്നാണ് അളകനന്ദ ഉത്ഭവിക്കുന്നത്. അളകനന്ദ ഉത്ഭവിക്കുന്നത് എവിടെയാണ്? സാധോപാന്ത് ഹിമാനി, ഉത്തരാഖണ്ഡ്. ഇനിയൊരു ബംഗ്ലാദേശിൽ നമ്മൾ പറഞ്ഞു 2 സ്ഥലങ്ങളിലൂടെയാണ്, 2 രാജ്യങ്ങളിലൂടെയാണ് ഈ ഒരു ഗംഗാനദി ഒഴുകുന്നതെന്ന് പറഞ്ഞു. എവിടേക്കാണ്? ഇന്ത്യ, ബംഗ്ലാദേശ്. അപ്പോൾ ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത് പത്മ എന്നും പിന്നെ കീർത്തിനാശിനി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത് പത്മ എന്നും കീർത്തിനാശിനി എന്നൊക്കെയാണ്. ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് ഇവിടെ വെച്ചാണ്? ഹരിദ്വാറിൽ വെച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചാണ്. ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? ഗംഗയാണ്. ഗംഗയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ, രാംഗംഗ, ഗാഗ്ര, ഗണ്ഡകി, മഹാനന്ദ. അപ്പോൾ ഇതെല്ലാം ഗംഗയുടെ പോഷക നദികളാണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കണം. കാരണം താഴെ തന്നിരിക്കുന്ന ഗംഗയുടെ പോഷക നദി അല്ലാത്തത് ഏത് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഗംഗയുടെ പോഷക നദി ഒന്ന് പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ, രാംഗംഗ, ഗാഗ്ര, ഗണ്ഡകി, മഹാനന്ദ. യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ, രാംഗംഗ, ഗാഗ്ര, ഗണ്ഡകി, മഹാനന്ദ. ഒരു 2-3 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമുക്കത് കാണുമ്പോൾ അറിയും ഏതാണ്. ഇതെല്ലാം ഗംഗയുടെ പോഷക നദികളാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഇനി വരുണ, അസി എന്നീ 2 പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലമാണ് വാരണാസി. എന്തൊക്കെയാണ്? വരുണ, അസി എന്നീ 2 പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലമാണ് വാരണാസി. ഇന്ത്യയുടെ പുണ്യനദി എന്ന് വിശേഷിക്കപ്പെടുന്നതും ഏത് നദി തന്നെയാണ്? ഗംഗാ നദിയാണ്. ഇന്ത്യയുടെ പുണ്യനദി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഗംഗാ നദിയെയാണ്. ഋഗ്വേദത്തിൽ പുണ്യനദി എന്ന് വിശേഷിപ്പിക്കുന്നത് സരസ്വതിയാണ്. ഋഗ്വേദത്തിൽ പുണ്യനദി എന്ന് വിശേഷിപ്പിക്കുന്നത് സരസ്വതിയാണ്. എന്നാൽ ഇന്ത്യയുടെ പുണ്യനദിയായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് ഏതിനെയാണ്? ഗംഗാ നദിയാണ്. ഇനി ഗംഗയുടെ വലത് കരയിലുള്ള പ്രധാന പോഷക നദികൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ഗംഗയുടെ കുറച്ച് പോഷക നദികളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വലത് കരയിലുള്ള പ്രധാന പോഷക നദികൾ ഏതാണെന്നും ഇടത് കരയിലുള്ളത് ഏതാണെന്നും പഠിച്ചു വയ്ക്കുക. നിങ്ങൾ വലത് ഭാഗത്തുള്ളത് കാണാതെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ബാക്കിയെല്ലാം ഇടത് ഭാഗത്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ വലത് ഭാഗത്തുള്ളത് സോൺ, യമുന, ദാമോദർ എന്നീ നദികളാണ്. ഏതൊക്കെയാണ്? സോൺ, യമുന, ദാമോദർ. സോൺ, യമുന, ദാമോദർ. ഏതൊക്കെയാണ് വലത് ഭാഗത്തുള്ളത്? സോൺ, യമുന, ദാമോദർ എന്നീ നദികളാണ് ഗംഗയുടെ വലതുഭാഗത്തുള്ള പോഷക നദികൾ. ഇനി ഗംഗയുടെ ഇടതുകരയിലുള്ള പോഷക നദികളാണ് രാംഗംഗ, ഗോമതി, ഗാഗ്ര, ഗണ്ഡകി, കോസി, മഹാനന്ദ. ഏതൊക്കെയാണ്? രാംഗംഗ, അതുപോലെ തന്നെ ഗോമതി, ഗാഗ്ര, ഗണ്ഡകി, കോസി, മഹാനന്ദ. അപ്പോൾ വലതുഭാഗത്തുള്ളത് മനസ്സിലാക്കുക. 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? ദാമോദർ, യമുന, സോൺ. ഇനി ഗംഗയും പോഷക നദികളും ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ.
ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്, ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ നമ്മൾ കുറച്ച് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന കാര്യം പറഞ്ഞു. അതിൽ തന്നെ ഈ ഒരു ഗംഗാനദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഉത്തർപ്രദേശാണ്. അവിടെ 1450 കിലോമീറ്റർ ഗംഗയുടെ ഭാഗം ഒഴുകുന്നതും എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇനി ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വെച്ചാണ്? അലഹബാദിലാണ്. പ്രയാഗ്രാജിലാണ് ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വെച്ചാണ്? അലഹബാദിലാണ്. ഗംഗയും യമുനയും, അപ്പോൾ ഗംഗയുടെ ഒരു പ്രധാന പോഷക നദിയാണ് യമുന. അപ്പോൾ ഈ ഒരു ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വെച്ചാണ്? അലഹബാദിൽ വെച്ചാണ്. ഇനി ഗംഗാ നദിയുടെ ഏറ്റവും നീളം കൂടിയ കൈവഴിയാണ് ഹൂഗ്ലി. ഗംഗാ നദിയുടെ ഏറ്റവും നീളം കൂടിയ കൈവഴി ഏതാണ്? ഹൂഗ്ലിയാണ്. ഗംഗാ നദിയുടെ ഏറ്റവും നീളം കൂടിയ കൈവഴിയാണ് ഹൂഗ്ലി. ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. അപ്പോൾ ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ കൈവഴി എന്ന് പറയുന്നത് ഹൂഗ്ലിയാണ്. അപ്പോൾ ഈ ഒരു ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. അപ്പോൾ ഗംഗയുടെ ഒരു കൈവഴിയാണ് എന്ത്? ഹൂഗ്ലി നദി. ഏറ്റവും നീളം കൂടിയ ഒരു കൈവഴിയാണ് ഹൂഗ്ലി. ഹൂഗ്ലി നദിയുടെ പോഷക നദിയാണ് എന്ത്? ദാമോദർ. ഇനി നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന ഗംഗയുടെ സംഗമങ്ങളെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഭഗീരഥിയും അളകനന്ദയും കൂടി ചേരുമ്പോഴാണ് എന്ത്? ഈ ഭഗീരഥി ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്. അപ്പോൾ ഇത് എവിടെ വെച്ചാണ്? ദേവപ്രയാഗിൽ വെച്ചിട്ടാണ്. ഭഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ദേവപ്രയാഗിൽ വെച്ചിട്ടാണ്. ആരൊക്കെ തമ്മിലാണ്? ഭഗീരഥിയും അളകനന്ദയും. അത് പഠിക്കണം, അതൊക്കെ ചോദിച്ച് കാണാറുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പ്രസ്താവനയൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ്? ഭഗീരഥിയും അളകനന്ദയും എവിടെ വെച്ചാണ് സംഗമിക്കുന്നത്? ദേവപ്രയാഗിൽ വെച്ചാണ്. ഇനി ത്രിവേണി സംഗമം അതെവിടെയാണ്? ഗംഗ, യമുന, സരസ്വതി എന്നീ നദികൾ തമ്മിലാണ്, പ്രയാഗിൽ വെച്ചിട്ടാണ് ത്രിവേണി സംഗമം നടക്കുന്നത്. അടുത്തത് രുദ്രപ്രയാഗിൽ വെച്ചിട്ടാണ് അളകനന്ദയും മന്ദാകിനിയും തമ്മിൽ സംഗമിക്കുന്നത്. അളകനന്ദയും മന്ദാകിനിയും തമ്മിൽ സംഗമിക്കുന്നത് രുദ്രപ്രയാഗ്. ഇനി അളകനന്ദയും പിണ്ടാറും എവിടെയാണ്? കർണപ്രയാഗാണ്. അളകനന്ദ, പിണ്ടാർ, കർണപ്രയാഗ്. അളകനന്ദ, ധൗളിഗംഗ, വിഷ്ണുപ്രയാഗ്. അളകനന്ദ, ധൗളിഗംഗ, വിഷ്ണുപ്രയാഗ്. അപ്പോൾ ഗംഗയുടെ ആ ഒരു സംഗമങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. അപ്പോൾ എന്താണ്? ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് ഭഗീരഥി, അളകനന്ദ ദേവപ്രയാഗ്. ഗംഗ, യമുന, സരസ്വതി പ്രയാഗിലാണ്. അളകനന്ദ, മന്ദാകിനി രുദ്രപ്രയാഗ്. ഇനി കർണപ്രയാഗിൽ വെച്ച് ഏതാണ്? അളകനന്ദയും പിണ്ടാറും. വിഷ്ണുപ്രയാഗിൽ വെച്ച് അളകനന്ദ, ധൗളിഗംഗ. ഇനി നമ്മൾ നോക്കുന്നത് ഗംഗയുടെ ഓരോ പോഷക നദികളെ കുറിച്ചാണ്. അപ്പോൾ യമുന നദി, അതായത് ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഗംഗയുടെ ഒരു പ്രധാന പോഷക നദിയാണ് യമുന എന്ന് പറഞ്ഞു. അതുമാത്രമല്ല ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. യമുനയുടെ ഉത്ഭവസ്ഥാനം എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ദേർപഞ്ച് മലനിരകളിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ്. ഉത്തരാഖണ്ഡാണ്. എന്താണ്? ബന്ദേർപഞ്ച് മലനിരകളിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് ഈ ഒരു യമുന നദിയുടെ ഉത്ഭവസ്ഥാനം. അപ്പോൾ ഗംഗയുടെ ഒരു ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ബന്ദേർപഞ്ച് മലനിരകളിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി യമുനയുടെ നീളം എന്ന് പറയുന്നത് 1376 കിലോമീറ്ററാണ്. യമുനയുടെ നീളം എന്ന് പറയുന്നത് 1376 കിലോമീറ്ററാണ്. അപ്പോൾ ഉത്ഭവം പഠിച്ചു വയ്ക്കുക. ബന്ദേർപഞ്ച് മലനിരകളിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് മനസ്സിലാക്കി വയ്ക്കുക. ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിൽ കടലിൽ നേരിട്ട് പതിക്കാത്ത ഏറ്റവും വലിയ നദിയാണ് യമുന. അപ്പോൾ ഇന്ത്യയിൽ കടലിൽ നേരിട്ട് പതിക്കാത്ത ഏറ്റവും വലിയ നദി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? യമുനയാണ്. ഇന്ത്യയിൽ കടലിൽ പതിക്കാത്ത ഏറ്റവും വലിയ നദിയാണ് യമുന. ഗംഗയുടെ പോഷക നദികളിലെ ഏറ്റവും വലുതും ഏത് തന്നെയാണ്? യമുനയാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആണ്, യമുനയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? യമുനയുടെ പോഷക നദികളാണ് ചമ്പൽ, ബെത്വ, കെൻ, ടോൺസ്.
ഏതൊക്കെയാണ് യമുനയുടെ പോഷക നദികൾ? ചമ്പൽ, ബെത്വ, കെൻ, ടോൺസ്. അപ്പോൾ ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയായ യമുനയുടെ പോഷക നദികളാണ് ചമ്പൽ, ബെത്വ, കെൻ, ടോൺസ്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതും യമുനയുടെ വലത് കരയിൽ ചേരുന്നതുമായ നദികളാണ് സിന്ധ്, ബെത്വ, കെൻ, ചമ്പൽ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതും യമുനയുടെ വലത് കരയിൽ ചേരുന്നതുമായ നദികളാണ് സിന്ധ്, ബെത്വ, കെൻ, ചമ്പൽ. ഇനി യമുനയുടെ ഇടതുകരയുമായി ചേരുന്ന പോഷക നദികളാണ് ഹിന്ദൻ, റിൻഡ്, സെൻഗാർ, വരുണ. എന്തൊക്കെയാണ്? ഹിന്ദ്, റിൻഡ്, സെൻഗാർ, വരുണ. അപ്പോൾ യമുനയുടെ വലത് കരയിലും ഇടത് കരയിലും ചേരുന്ന പോഷക നദികളൊന്നും മനസ്സിലാക്കി വയ്ക്കുക. വലത് കരയിൽ ചേരുന്നതാണ് സിന്ധ്, ബെത്വ, കെൻ, ചമ്പൽ. എന്നാൽ ഇടത് കരയിൽ ചേരുന്ന പോഷക നദികളാണ് ഹിന്ദൻ, റിൻഡ്, സെൻഗാർ, വരുണ. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് യമുന. ആദ്യമൊക്കെ PSCയുടെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ പോലെയായിരുന്നു ഈ ഒരു താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം. ഏതാണ്? യമുനയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം കൂടിയാണ് യമുന. ഡൽഹ, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് യമുന. ഏതൊക്കെയാണ്? ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് യമുന. ഇനി ഈ ഒരു യമുന നദിക്ക് കുറുകെ നിർമ്മിച്ച പാലത്തെക്കുറിച്ചാണ്. സിഗ്നേച്ചർ പാലാണ്, 8 വരിയുള്ള പാലാണത്. ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മാതൃകയിൽ യമുന നദിക്ക് കുറുകെ നിർമ്മിച്ച പാലമാണ് സിഗ്നേച്ചർ പാലം. ഇതൊരു 8 വരി പാലമാണ്. ഡൽഹിയിലെ ആദ്യ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന ബഹുമതി ലഭിച്ച പാലം കൂടിയാണ് സിഗ്നേച്ചർ പാലം. എന്താണ്? ഡൽഹിയിലെ ആദ്യ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന ബഹുമതി ലഭിച്ച പാലമാണ് സിഗ്നേച്ചർ പാലം. ഡൽഹിയിലെ ആദ്യ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന ബഹുമതി ലഭിച്ച പാലമാണ് സിഗ്നേച്ചർ പാലം. പിന്നെ നമ്മൾ പറഞ്ഞു ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മാതൃകയിൽ യമുന നദിക്ക് കുറുകെ നിർമ്മിച്ച പാലമാണ് സിഗ്നേച്ചർ പാലം. 8 വരി പാലമാണ്. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? യമുനയാണ്. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് യമുന. പിന്നെ അവിടെ നിർമ്മിച്ച പാലം എന്താണ്? സിഗ്നേച്ചർ പാലമാണ്. ഏത് ബ്രിഡ്ജിൻ്റെ ആകൃതിയിലാണ്? ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മാതൃകയിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഡൽഹിയിലെ ആദ്യ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന ഒരു ബഹുമതി ലഭിച്ച പാലമാണ് സിഗ്നേച്ചർ പാലം. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതിയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. അപ്പോൾ ഏതെല്ലാം നദികൾക്കാണ്? ഗംഗയ്ക്കും ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയായ യമുന നദിക്കും എന്താണ്? അതായത് വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതിയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതിയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. എന്നാൽ ഈ ഒരു ഉത്തരവ് സുപ്രീം കോടതി എന്ത് ചെയ്തു? സ്റ്റേ ചെയ്തു. അതിനുശേഷം ഇന്ത്യയിൽ വ്യക്തിത്വ പദവി ലഭിച്ച 3ാമത്തെ നദിയാണ് നർമ്മദ. ഇന്ത്യയിൽ ഈ ഒരു വ്യക്തിത്വ പദവി ലഭിച്ച 3ാമത്തെ നദിയാണ് നർമ്മദ. മധ്യപ്രദേശ് സർക്കാരാണ് ഇത് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ വ്യക്തിത്വ പദവി ലഭിച്ച 3ാമത്തെ നദിയാണ് നർമ്മദ. ഏതാണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ മധ്യപ്രദേശ് സർക്കാരാണ് ഈ ഒരു വിധി പ്രഖ്യാപിച്ചത്. ഇനി വ്യക്തിത്വ പദവി ലഭിച്ച ലോകത്തിലെ ആദ്യത്തെ നദിയാണ് വാൻഖുനായ്. ന്യൂസിലാൻഡിലെ വാൻഖുനായ് ആണ് വ്യക്തിത്വ പദവി ലഭിച്ച ലോകത്തിലെ ആദ്യത്തെ നദി. ഇനി നമ്മൾ പറയുന്നത് ഗംഗയുടെ മറ്റൊരു പോഷക നദിയായ ഗാഗ്രയെ കുറിച്ചാണ്. എന്താണ്? ഗാഗ്ര. രാമായണത്തിൽ സരയു എന്ന് പരാമർശിക്കുന്ന നദിയാണ് ഗാഗ്ര. രാമായണത്തിൽ സരയു എന്ന് പരാമർശിക്കുന്ന നദിയാണ് ഗാഗ്ര. ഗാഗ്ര നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് മാനസരോവർ തടാകം. അതായത് മാനസരോവർ തടാകത്തിലെ മാപ്ചാചുങ്കോ ഗ്ലേസിയറിൽ നിന്നാണ്. അതായത് ഈ ഒരു ഗാഗ്ര നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് മാനസ സരോവർ തടാകത്തിലെ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ
മാപ്ചാചുങ്കോ ഗ്ലേസിയറിൽ നിന്നാണ് ഗാഗ്ര. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയായ യമുന ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ബന്ദേർപഞ്ച് മലനിരകളിലെ യമുനോത്രി ഹിമാനിയിൽ നിന്ന്. എന്നാൽ ഗാഗ്ര ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ടിബറ്റിലെ മാനസരോവർ തടാകത്തിലെ മാപ്ചാചുങ്കോ ഗ്ലേസിയറിൽ നിന്നാണ്. പിന്നെ ഈ ഒരു ഗാഗ്ര നദിയുടെ പോഷക നദികളാണ് തില, സേതി, ബെറി. ഗാഗ്ര നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? തില, സേതി, ബെറി. ശാരദാ നദി ഗാഗ്ര നദിയുമായി കൂടിച്ചേർന്ന് ചപ്രയിൽ വെച്ച് ഗംഗയുമായി ചേരുന്നു. ശാരദാ നദി അത് കാളി അല്ലെങ്കിൽ കാളിഗംഗ ഗാഗ്ര നദിയുമായി ചേർന്ന് ചപ്രയിൽ വെച്ച് ഗംഗയുമായി ചേരുന്നു. അപ്പോൾ കാളിഗംഗ അല്ലെങ്കിൽ ശാരദ നദി അല്ലെങ്കിൽ കാളി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു നദി ഗാഗ്ര നദിയുമായി കൂടിച്ചേർന്ന് ചപ്രയിൽ വെച്ചിട്ടാണ് ഗംഗയിൽ ചേരുന്നത്. അയോധ്യ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സരയു. അപ്പോൾ അയോധ്യ പുരാണങ്ങളിൽ ഗാഗ്ര അറിയപ്പെടുന്നത് എന്താണ്? സരയു എന്നാണ്. അപ്പോൾ അയോധ്യ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സരയു. ഇനി നമ്മൾ പഠിക്കുന്നത് ഗംഗയുടെ മറ്റൊരു പോഷക നദിയായ കോസിയെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു കോസിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ മൗണ്ട് എവറസ്റ്റിൻ്റെ വടക്ക് ഭാഗത്ത് നിന്നാണ്. മൗണ്ട് എവറസ്റ്റിൻ്റെ വടക്ക് ഭാഗത്ത് നിന്നാണ് ഈ ഒരു കോസിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. പാറ്റ്നയ്ക്ക് അടുത്ത് വെച്ചിട്ട് ഗംഗയിൽ പതിക്കുന്ന ഒരു നദിയാണ് കോസി. എവിടെ വെച്ചിട്ടാണ്? പാറ്റ്നയ്ക്ക് അടുത്ത് വെച്ച് ഗംഗയിൽ പതിക്കുന്ന നദിയാണ് കോസി. പിന്നെ നമുക്കറിയാം ഇന്ത്യയുടെ ദുഃഖം, ബീഹാറിൻ്റെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഏതാണ്? കോസി നദിയാണ്. ഇന്ത്യയുടെ ദുഃഖം എന്നും ബീഹാറിൻ്റെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് കോസി. പിന്നെ നമ്മൾ പറഞ്ഞു കോസിയുടെ ഉത്ഭവം എവിടെയാണ്? മൗണ്ട് എവറസ്റ്റിൻ്റെ വടക്ക് ഭാഗത്ത് നിന്നാണ്. പാറ്റ്നയ്ക്ക് അടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു കോസി ഗംഗാ നദിയിൽ പതിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ ഒരു നദിയാണ് കോസി. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും ഏത് തന്നെയാണ്? കോസിയാണ്. ഋഗ്വേദത്തിൽ എന്താണ്? കൗശിക എന്ന് പരാമർശിക്കുന്ന നദിയാണ് കോസി. ഋഗ്വേദത്തിൽ കൗശിക എന്ന് പരാമർശിക്കുന്ന നദിയാണ് കോസി. ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതിയാണ് കോസി പദ്ധതി അഥവാ ഗണ്ഡക് പദ്ധതി. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്താണ്? ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? കോസി പദ്ധതിയാണ്. അപ്പോൾ കോസി പദ്ധതിയാണ് ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്തമായ ഒരു വിവിധോദ്ദേശ പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കോസി നദിയാണ്. പിന്നെ നമ്മളിതിൻ്റെ ഉത്ഭവസ്ഥാനം പറഞ്ഞു. ഇവിടെ എന്താണ്? മൗണ്ട് എവറസ്റ്റിൻ്റെ വടക്ക് ഭാഗത്ത് നിന്നാണ് ഈ ഒരു കോസി നദി ഉത്ഭവിക്കുന്നത്. അതുപോലെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് മഹാകാളി നദിയാണ്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് മഹാകാളി നദി. ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതിയാണ് കോസി പദ്ധതി അല്ലെങ്കിൽ ഗണ്ഡക് പദ്ധതി. അപ്പോൾ എന്താണ്? ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? മഹാകാളി നദിയാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് രാംഗംഗയെ കുറിച്ചാണ്. രാംഗംഗയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഗർവാൾ കുന്നുകളിൽ നിന്നാണ്. രാംഗംഗയുടെ ഉത്ഭവം ഗർവാൾ കുന്നുകളിൽ നിന്നാണ്. രാംഗംഗ ഗംഗയുമായി ചേരുന്നത് കനൗജിൽ വെച്ചാണ്. ഈ ഒരു രാംഗംഗ ഗംഗയുമായി ചേരുന്നത് എവിടെ വെച്ചാണ്? കനൗജിൽ വെച്ചാണ്. ഇതിൻ്റെ ഉത്ഭവം നമ്മൾ പറഞ്ഞ എന്താണ്? ഗർവാൾ കുന്നുകളിൽ നിന്നാണ്. പിന്നെ എപ്പോഴും ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജിം കോർബേറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? രാംഗംഗയാണ്. ജിം കോർബേറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ. ഇനി അവിടെ കൊടുത്തിട്ടുള്ളത് വിവിധോദ്ദേശ നദീതട പദ്ധതികളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കേണ്ടതാണ്. അപ്പോൾ വിവിധോദ്ദേശ നദീതട പദ്ധതികൾ, ആ പദ്ധതികളും നദികളും ഏതാണെന്ന് പഠിച്ചു വയ്ക്കാം. ബംഗ്രാനങ്ങൽ പദ്ധതി ഏത് നദിയിലാണ്? സത്ലജിലാണ്. നമുക്കറിയാം ഏറ്റവും വലിയൊരു വിവിധോദ്ദേശ പദ്ധതിയാണ് ബംഗ്രാനങ്ങൽ എന്നൊക്കെ. അപ്പോൾ ഈ ഒരു പദ്ധതി എവിടെയാണ്? സത്ലജിലാണ്. ഇനി ദാമോദർ വാലി എവിടെയാണ്? ദാമോദർ നദിയിലാണ്. പിന്നെ ഹിരാക്കുഡ് എവിടെയാണ്? മഹാനദി, ഒഡീഷയിലെ മഹാനദിയിലാണ്. എന്ത്? ഹിരാക്കുഡ്. ഇനി റിഹന്ത് പദ്ധതി റിഹന്ത് നദിയിലാണ്. തുംഗഭദ്ര പദ്ധതി തുംഗഭദ്ര നദിയിലാണ്. നാഗാർജുന സാഗർ എവിടെയാണ്? കൃഷ്ണ നദിയിലാണ്. നാഗാർജുന സാഗർ കൃഷ്ണ നദിയിലാണ്. തെഹ്രി
തെഹരി ഒരു പദ്ധതി എവിടെയാണ്? ഭഗീരഥിയാണ്. നമുക്കറിയാം ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് അല്ലേ തെഹരി. അപ്പോൾ അത് ഭഗീരഥി നദിയിലാണ്. ഇനി ദുൽഹസ്തി എവിടെയാ? ചിനാബ് നദിയിലാണ്. കോസി പദ്ധതി എവിടെയാണ്? കോസി നദിയിലാണ്. റാണ പ്രതാപ് സാഗർ ചമ്പലിലാണ്. റാണ പ്രതാപ് സാഗർ യമുനയുടെ ഒരു പോഷക നദിയാണ്. ചമ്പൽ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ചമ്പൽ, ബെത്വ, കെൻ, ടോൺസ് യമുനയുടെ പോഷക നദികളാണ്. അപ്പോൾ ഈ ഒരു റാണ പ്രതാപ് സാഗർ എവിടെയാണ്? ചമ്പൽ നദിയിലാണ്. ഇനി ഗാന്ധി സാഗർ അതും എവിടെ തന്നെയാണ്? ചമ്പലിലാണ്. റാണ പ്രതാപ് സാഗറും ഗാന്ധി സാഗറും ചമ്പലിലാണ്. ഇനി മഹാറാണ പ്രതാപ് ആണെങ്കിൽ ബിയാസാണ്. മഹാറാണ പ്രതാപ് ബിയാസാണ്. റാണ പ്രതാപ് സാഗർ ഗാന്ധി സാഗർ എവിടെയാണ്? ചമ്പലിലാണ്. മഹാറാണ പ്രതാപ് ബിയാസാണ്. അപ്പോൾ വിവിധോദ്ദേശ നദീതട പദ്ധതികൾ തീർച്ചയായിട്ടും ആ പദ്ധതികളെക്കുറിച്ചും അത് ഏത് നദിയിലാണെന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായിട്ടൊരു ധാരണ വേണം. മഹാറാണ പ്രതാപ് എവിടെയാണ്? ബിയാസാണ്. ഗാന്ധി സാഗർ അതുപോലെ തന്നെ റാണ പ്രതാപ് സാഗറും ചമ്പലാണ്. കോസി പദ്ധതി കോസി നദി. ദുൽഹസ്തി ചിനാബ്. തെഹരി ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ്. അപ്പോൾ അത് ഭഗീരഥി നദിയിലാണ്. നാഗാർജുന സാഗർ കൃഷ്ണ. തുംഗഭദ്ര പദ്ധതി തുംഗഭദ്ര. റിഹാൻ നദി ഹിരാക്കുഡ് മഹാനദിയിലാണ്. ദാമോദർ വാലി ദാമോദറിലാണ്. ബംഗ്രാണെങ്കിൽ സത്ലജിലാണ്. അപ്പോൾ ഇത്രയും വിവിധോദ്ദേശ നദീതട പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ഗംഗയുടെ മറ്റൊരു പോഷക നദിയായ ദാമോദറിനെ കുറിച്ച് നോക്കാം. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഒരു പ്രധാന നദിയാണ് ദാമോദർ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഒരു പ്രധാന നദി ഏതാണ്? ദാമോദറാണ്. ദാമോദർ നദി ചേരുന്നത് എവിടെയാണ്? ഹുഗ്ലിയിലാണ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഹുഗ്ലിയുടെ ഒരു പ്രധാന പോഷക നദിയാണ് ദാമോദർ, നേരത്തെ പഠിച്ചു. അപ്പോൾ ഈ ഒരു ദാമോദർ വന്ന് ചേരുന്നത് എവിടെയാണ്? ഹുഗ്ലിയിലാണ്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് ദാമോദർ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദറാണ്. അതുപോലെ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദറാണ്. ബീഹാറിൻ്റെ ദുഃഖം ഏതാണ്? കോസിയാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. ദാമോദർ നദിയുടെ ഒരു പ്രധാന പോഷക നദിയാണ് ബരാക്കർ. ദാമോദർ നദിയുടെ ഒരു പ്രധാന പോഷക നദി ഏതാണ്? ബരാക്കറാണ്. ദാമോദർ വാലി വിവിധോദ്ദേശ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കൂടിയാണ് ദാമോദർ. ദാമോദർ വാലി വിവിധോദ്ദേശ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ദാമോദർ വാലിയാണ്. അപ്പോൾ നമുക്കറിയാം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? ദാമോദറാണ്. ഏറ്റവും വലിയ പദ്ധതിയാണ് ബംഗ്രാനെങ്കിൽ, എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി. അമേരിക്കയിലെ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. അമേരിക്കയിലെ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. ദാമോദർ നദീതട പദ്ധതി നിലവിൽ വന്ന വർഷമെന്ന് പറയുന്നത് 1948 ജൂലൈ 7-നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് എന്താ? ദാമോദർ വാലി. അപ്പോൾ ഈ ഒരു പദ്ധതി, ഈ ഒരു ദാമോദർ നദീതട പദ്ധതി നിലവിൽ വന്നപ്പോഴാണ് 1948 ജൂലൈ 7-നാണ്. ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ജാർഖണ്ഡും പശ്ചിമ ബംഗാളുമാണ്. ഈ ഒരു ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളും ജാർഖണ്ഡുമാണ്. ദാമോദർ വാലിയുടെ ഭാഗമായ ആദ്യത്തെ അണക്കെട്ടാണ് തില്ലയ്യ അണക്കെട്ട്. ദാമോദർ വാലിയുടെ ഭാഗമായ ആദ്യത്തെ അണക്കെട്ടാണ് തില്ലയ്യ അണക്കെട്ട്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തില്ലയ്യ അണക്കെട്ട് ദാമോദർ നദിയുടെ പോഷക നദിയായ ബരാക്കർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടാണ് തില്ലയ്യ അണക്കെട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ദാമോദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്നതാണ്. പിന്നെ എന്താണ്? ചെന്ന് ചേരുന്നത് ഹുഗ്ലിയിലാണ്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദിയാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന പോഷക നദിയാണ് ബരാക്കർ. അതുപോലെ ഈ ഒരു ദാമോദർ വാലി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ദാമോദർ എന്ന് പറഞ്ഞു. പിന്നെ അമേരിക്കയിലെ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വിവിധോദ്ദേശ പദ്ധതി കൂടിയാണ് ദാമോദർ വാലി. നിലവിൽ വന്നപ്പോഴാണ് 1948 ജൂലൈ 7-നാണ്. ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളും ജാർഖണ്ഡുമാണ്. പിന്നെ ദാമോദർ വാലിയുടെ ഭാഗമായ ആദ്യത്തെ അണക്കെട്ടാണ് തില്ലയ്യ അണക്കെട്ട്. എവിടെയാണ്? ദാമോദർ നദിയുടെ പോഷക നദിയായ ബരാക്കർ നദിയിലാണ് ഈ ഒരു തില്ലയ്യ അണക്കെട്ട്. അടുത്ത് നമ്മൾ ടോൺസ് നദിയെക്കുറിച്ചാണ് പറയുന്നത്. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ടോൺസ്. അപ്പം നമ്മൾ യമുനയുടെ കുറച്ച് നദികൾ പറഞ്ഞു, ചമ്പൽ, ബെത്വ, കെൻ, ടോൺസ് എന്ന്. അപ്പോൾ യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചു കഴിഞ്ഞാൽ ടോൺസ് ആണ്. ടോൺസ് നദിയുടെ പ്രധാന പോഷക നദിയാണ് പാഭാർ. ടോൺസ് നദിയുടെ പ്രധാന പോഷക നദിയാണ് പാഭാർ.
ഇനി രാമായണത്തിൽ തമസ്യ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ടോൺസ്. രാമായണത്തിൽ തമസ്യ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ടോൺസ്. രാമായണത്തിൽ എന്താണ്? തമസ്യ എന്നറിയപ്പെടുന്ന നദിയാണ് ടോൺസ്. പിന്നെ നമ്മൾ പറഞ്ഞ അതിൻ്റെ പ്രധാന പോഷക നദിയാണ് പബ്ബാർ. പിന്നെ യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ടോൺസ് നദി. നെക്സ്റ്റ് ഗണ്ഡകിയെ കുറിച്ചാണ് പറയുന്നത്. നേപ്പാൾ ഹിമാലയത്തിലെ ധൗലഗിരിക്കും എവറസ്റ്റിനും ഇടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഗണ്ഡകി. നേപ്പാൾ ഹിമാലയത്തിലെ ധൗലഗിരിക്കും എവറസ്റ്റിനും ഇടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഗണ്ഡകി. തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദിയാണ് ഗണ്ഡകി. തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദിയാണ് ഗണ്ഡകി. പിന്നെ ഗണ്ഡകി നദി ഗംഗാതടത്തിൽ പ്രവേശിക്കുന്നത് ബീഹാറിലെ ചമ്പരാനിൽ വെച്ചാണ്. ഈ ഒരു ഗണ്ഡകി നദി ഗംഗാതടത്തിൽ പ്രവേശിക്കുന്നത് ബീഹാറിലെ ചമ്പരാനിൽ വെച്ചാണ്. ഈ ഒരു ഗണ്ഡകി നദി ഗംഗയുമായി ചേരുന്നത് സോൻപൂരിലാണ്. പാറ്റ്നയിലെ സോൻപൂരിൽ വെച്ചാണ് ഗണ്ഡകി നദി ഗംഗയുമായി ചേരുന്നത്. ഇന്ത്യയിൽ ഗണ്ഡകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് വാൽമീകി ദേശീയോദ്യാനം. ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന വാൽമീകി ദേശീയോദ്യാനം. ഇന്ത്യയിൽ ഗണ്ഡകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് വാൽമീകി ദേശീയോദ്യാനം. ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഇന്ത്യയിലെ ഗണ്ഡകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് വാൽമീകി ദേശീയോദ്യാനം. നമ്മൾ പറഞ്ഞു ഈ ഒരു ഗണ്ഡകി നദി ഗംഗയുമായി ചേരുന്നത് എവിടെ വെച്ചിട്ടാണ്? പാറ്റ്നയിലെ സോൻപൂരിൽ വെച്ചാണ്. പിന്നെ തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദിയാണ് ഗണ്ഡകി. അപ്പോൾ തൃശ്ശൂൽ ഗംഗ, കാളി ഗണ്ഡകി എന്നീ 2 അരുവികൾ ചേർന്നാണ് ഈ ഒരു ഗണ്ഡകി. തൃശ്ശൂൽ ഗംഗ, കാളി ഗണ്ഡകി എന്നീ 2 നദികൾ, ഈ 2 അരുവികൾ ചേർന്നുള്ളതാണ് ഈ ഒരു ഗണ്ഡകി നദി. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹൂഗ്ലിയെ കുറിച്ചാണ്. ഫറാക്ക ബാരാജിന് ശേഷം രൂപപ്പെടുന്ന ഗംഗയുടെ കൈവഴികളാണ് ഭഗീരഥിലെ ഹൂഗ്ലി, പത്മ. പത്മ എന്നത് എന്താണ്? ഗംഗയുടെ ബംഗ്ലാദേശിലെ പേരാണ് നമുക്കറിയാം. അപ്പോൾ ഫറാക്ക ബാരാജിന് ശേഷം രൂപപ്പെടുന്ന ഗംഗയുടെ കൈവഴികളാണ് ഹൂഗ്ലി, പത്മ. ഇനി ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഈ ഒരു ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഈ ഒരു ഫറാക്ക ബാരേജിന് ശേഷം രൂപപ്പെടുന്ന ഗംഗയുടെ കൈവഴികളാണ് ഹൂഗ്ലി, പത്മ. ഇനി ഗംഗാ നദിയിലെ ജലം ഭഗീരഥി ഹൂഗ്ലി നദിയിലേക്ക് മാറ്റി ഒഴുക്കിവിടാനാണ് ഫറാക്ക ബാരേജ് നിർമ്മിച്ചത്. എന്തിനാണ്? ഈ ഒരു ഗംഗാ നദിയിലെ ജലം ഭഗീരഥി ഹൂഗ്ലി നദിയിലേക്ക് മാറ്റി ഒഴുക്കിവിടാനാണ് ഈ ഒരു ഫറാക്ക ബാരേജ് നിർമ്മിച്ചിട്ടുള്ളത്. ഗംഗാ നദിയിലെ ജലം എവിടേക്കൊക്കെയാണ്? ഭഗീരഥിയിലേക്കും ഹുഗ്ലി നദിയിലേക്കും ഒഴുക്കിവിടാനാണ് ഈ ഒരു ഫറാക്ക ബാരേജ് നിർമ്മിച്ചത്. പശ്ചിമ ബംഗാളിലൂടെ തെക്കോട്ടൊഴുകുന്ന ഗംഗയുടെ കൈവഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗീരഥി ഹൂഗ്ലിയാണ്. എന്താണ്? പശ്ചിമ ബംഗാളിലൂടെ തെക്കോട്ടൊഴുകുന്ന ഗംഗയുടെ കൈവഴിയാണ് ഹൂഗ്ലി. ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗയുടെ ഒരു കൈവഴിയാണ് പത്മ. ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗയുടെ ഒരു കൈവഴി ഏതാണ്? പത്മയാണ്. പശ്ചിമ ബംഗാളിലൂടെ തെക്കോട്ടൊഴുകുന്ന ഗംഗയുടെ കൈവഴി ഏതാണ്? ഹൂഗ്ലിയാണ്. പശ്ചിമ ബംഗാളിലൂടെ തെക്കോട്ടൊഴുകുന്ന ഗംഗയുടെ കൈവഴിയാണ് ഹൂഗ്ലി. ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗയുടെ ഒരു കൈവഴിയാണ് പത്മ. ബംഗാളിൽ വെച്ച് ഭാഗീരഥി ഹുഗ്ലി നദിയിലേക്ക് ചേരുന്നൊരു പ്രധാന നദിയാണ് ജലാങ് നദി. ബംഗാളിൽ വെച്ചിട്ട് ഈ ഭാഗീരഥി ഹുഗ്ലി നദിയിലേക്ക് ചേരുന്നൊരു പ്രധാന നദിയാണ് ജലാങ്. ഹുഗ്ലിയുടെ പ്രധാന പോഷക നദി കൂടിയാണ് ദാമോദർ. വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, ഹൗറ എന്നീ പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയുടെ കുറുകെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഹൂഗ്ലി നദിയുടെ കുറുകെയാണ്. വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, ഹൗറ എന്നീ പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയുടെ കുറുകെയാണ്? ഹൂഗ്ലി നദിയുടെ കുറുകെയാണ്. പിന്നെ ഈ ഒരു ഹൂഗ്ലി സ്ഥിതി ചെയ്യുന്ന നദീതീരം കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ഹൂഗ്ലിയാണ്. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഹൂഗ്ലി. ഇന്ത്യയിലെ വേലിയേറ്റ നദിക്ക് ഒരു ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹൂഗ്ലി നദിയാണ്. ഇന്ത്യയിൽ വേലിയേറ്റ നദിക്ക് ഒരു ഉദാഹരണമാണ് ഹൂഗ്ലി. നാഷണൽ വാട്ടർ വേസ് സ്ഥിതി ചെയ്യുന്നത്, അതായത് നമുക്കറിയാം നാഷണൽ വാട്ടർ വേസ് 1 ഏതാണ്? അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ളത്. അത് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി ആ ഒരു നദികളിലാണ്. എന്താണ് നാഷണൽ വാട്ടർ വേ 1 സ്ഥിതി ചെയ്യുന്നത്? ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദി.
ഇനി ഇന്ത്യയിലെ ആദ്യ അന്തർജലീന റെയിൽ തുരങ്കം നിർമ്മിച്ചിരിക്കുന്ന നദി കൂടിയാണ് ഹൂഗ്ലി. ഇന്ത്യയിലെ ആദ്യ അന്തർജലീന റെയിൽ തുരങ്കം, അണ്ടർ വാട്ടർ റെയിൽ ടണൽ നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് ഹൂഗ്ലി. ഓൺ ദ ബാങ്ക് ഓഫ് ദ ഹൂഗ്ലി എന്ന ആർട്ടിക്കിൾ രചിച്ചത് റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. അതായത് ഓൺ ദ ബാങ്ക് ഓഫ് ദി ഹൂഗ്ലി എന്ന ആർട്ടിക്കിൾ രചിച്ചത് റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഹൂഗ്ലിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫറാക്ക ബാരേജിന് ശേഷം രൂപപ്പെടുന്ന ഗംഗയുടെ കൈവഴികളാണ് ഇതൊക്കെ: ഭാഗീരഥി, ഹൂഗ്ലി, പത്മ. പിന്നെ പത്മയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, അതായത് പത്മ എന്നത് ഗംഗയുടെ ബംഗ്ലാദേശിലെ പേരാണ്. ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. പിന്നെ നമ്മൾ പറഞ്ഞു ഗംഗാനദിയിലെ ജലം ഭഗീരഥി ഹൂഗ്ലി നദിയിലേക്ക് മാറ്റി ഒഴുക്കി വിടുന്നതിനാണ് ഈ ഒരു ഫറാക്ക ബാരേജ് നിർമ്മിച്ചതെന്ന് പറഞ്ഞു. പശ്ചിമ ബംഗാളിലൂടെ തെക്കോട്ട് ഒഴുകുന്ന ഗംഗയുടെ കൈവഴികളാണ് ഭാഗീരഥി, ഹൂഗ്ലി. ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗയുടെ ഒരു കൈവഴി ഏതാണ്? പത്മയാണ്. ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗയുടെ കൈവഴി പത്മയാണ്. ബംഗ്ലാദേശിൽ വെച്ചിട്ട് ഭഗീരഥി ഹൂഗ്ലി നദിയുമായി ചേരുന്ന ഒരു പ്രധാന നദിയാണ് ജലാങ് നദി. ഹൂഗ്ലിയുടെ പ്രധാന പോഷകനദിയാണ് ദാമോദർ. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഹൂഗ്ലി. വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, ഹൗറ എന്നീ പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഹൂഗ്ലി നദിക്ക് കുറുകെയാണ്. അതുപോലെ നാഷണൽ വാട്ടർവേസ് 1 ഏതൊക്കെയാണ്? ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി. ഈ ഒരു നദികൾക്കിടയിലാണ് ഒരു നാഷണൽ വാട്ടർവേസ്. അലഹബാദ് മുതൽ ഹാൽഡിയ വരെ ഒന്നാമത്തെ വാട്ടർവേസ് ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യ അന്തർജലീന റെയിൽ തുരങ്കം ഹൂഗ്ലിയാണ്. ഓൺ ദ ബാങ്ക് ഓഫ് ദ ഹൂഗ്ലി എന്ന ആർട്ടിക്കിൾ രചിച്ചത് ആരാണ്? റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. ഇനി നമ്മൾ ഇവിടെ പ്രധാനമായി പറയുന്നത് ഹിമാലയൻ നദികളുടെ ഉപദ്വീപീയ പോഷക നദികളെ കുറിച്ചാണ്. ഹിമാലയൻ നദികളുടെ ഉപദ്വീപീയ പോഷക നദികൾ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് ഗംഗയിൽ ചേരുന്ന പോഷക നദിയാണ് സോൺ. അപ്പോൾ എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് ഗംഗയിൽ എത്തിച്ചേരുന്ന പോഷക നദിയാണ് സോൺ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് യമുനയിൽ ചേരുന്ന പോഷക നദികളാണ് ചമ്പൽ, ബെത്വ, കെൻ, സിന്ധ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് യമുനയിൽ ചേരുന്ന പോഷക നദികളാണ് ചമ്പൽ, ബെത്വ, കെൻ, സിന്ധ്. ഈ ഒരു ചമ്പൽ, ബെത്വ, കെൻ, സിന്ധ് എന്നിവ യമുനയുമായി ചേർന്ന ശേഷം എന്ത് സംഭവിക്കുന്നത്? ഗംഗയിലോട്ട് പതിക്കുന്നു. ഈ ചമ്പൽ, ബെത്വ, കെൻ, സിന്ധ് എന്നിവ യമുനയുമായി ചേർന്നതിന് ശേഷം എന്താണ്? ഇത് ഗംഗയിൽ പതിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് ഗംഗയിൽ ചേരുന്ന പോഷക നദിയാണ് സോൺ എന്ന് പറഞ്ഞു. അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് യമുനയിൽ ചേരുന്ന പോഷക നദികളാണ് ചമ്പൽ, ബെത്വ, കെൻ, സിന്ധ്. ഇനി ചമ്പൽ, ബെത്വ, കെൻ, സിന്ധ് എന്നിവ യമുനയുമായി ചേർന്ന ശേഷമാണ് ഗംഗയിലോട്ട് പതിക്കുന്നത്. അടുത്തത് നമ്മൾ സോണിനെ കുറിച്ചാണ് പറയുന്നത്. സോൺ നദിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞതാണ്. സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗംഗയുടെ പോഷക നദിയാണ്. ഗംഗയുടെ പോഷക നദിയാണ് സോൺ. അപ്പോൾ ഈ സോൺ മധ്യപ്രദേശിലെ അമർഖണ്ഡക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് സോൺ. മധ്യപ്രദേശിലെ അമർഖണ്ഡക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ ഒരു പോഷക നദിയാണ് സോൺ. ഗംഗയുടെ തെക്ക് നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുതുകൂടിയാണ് സോൺ. അപ്പോൾ ഗംഗയുടെ തെക്ക് ഭാഗത്തുള്ള പോഷക നദികളിൽ ഏറ്റവും വലിയത് ഏതാണ്? സോൺ നദിയാണ്. സോൺ നദി ഗംഗയുമായി ചേരുന്ന സ്ഥലമാണ് ബീഹാറിലെ ആര. ബീഹാറിലെ ആരയിലാണ് ഈ ഒരു സോൺ നദി ഗംഗയുമായി ചേരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. സോൺ നദി ഗംഗയുമായി ചേരുന്ന സ്ഥലം ഏതാണ്? ബീഹാറിലെ ആരയാണ്. ഈ ഒരു സോൺ നദി നമ്മൾ പറഞ്ഞു ഗംഗയുടെ തെക്ക് ഭാഗത്തുള്ള പോഷക നദികളിൽ എന്താണ്? ഏറ്റവും വലിയതാണ് സോൺ എന്ന് പറഞ്ഞു. അതുകൂടാതെ ഈ ഒരു സോൺ നദി ഗംഗയിൽ ആ ഒരു പതിക്കുന്ന സ്ഥലം, ചേരുന്ന സ്ഥലം, ഗംഗയുമായി ചേരുന്ന സ്ഥലമാണ് ബീഹാറിലെ ആര. പിന്നെ നമ്മൾ പറഞ്ഞു സോണിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? അമർഖണ്ഡക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് സോൺ.
പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് സോൺ. ഏത് ഡാമാണ്? ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് സോൺ. അപ്പോൾ ആ ഒരു പ്രൊനൗൺസിയേഷൻ അതേപോലെ സോൺ അല്ലെ, ബൻസാഗർ, ആ ഒരു ഇതുകൊണ്ട് നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് സോൺ. പിന്നെ പാടലീപുത്രം ഏത് നദിക്കരയിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്? ഈ ഒരു സോൺ നദിയുടെ തീരത്തായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. പാടലിപുത്രം ഏത് നദിക്കരയിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സോൺ നദിയിലാണ്. പിന്നെ സോൺ നദിയുടെ ഒരു പ്രധാന പോഷക നദിയാണ് റിഹന്ത്. സോൺ നദിയുടെ ഒരു പ്രധാന പോഷക നദി ഏതാണ്? റിഹന്താണ്. പിന്നെ ഗോവിന്ദ് ബല്ലഭ് പന്ത് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് റിഹാന്ത് നദിയിലാണ്. അത് നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണ്, പലവട്ടം PSC ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗോവിന്ദ് ബല്ലഭ് പന്ത് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? റിഹന്ത് നദിയിലാണ്. ഈ റിഹന്ത് നദി എന്ന് പറഞ്ഞാൽ സോൺ നദിയുടെ ഒരു പ്രധാന പോഷക നദിയാണ്. അപ്പോൾ സോൺ നദിയുടെ ഒരു പ്രധാന പോഷക നദിയാണ് റിഹന്ത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ഗോവിന്ദ് ബല്ലഭ് പന്ത് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? റിഹന്ത് നദിയിലാണ്. ഇനി നമ്മൾ ചമ്പൽ നദിയെക്കുറിച്ചാണ് പറയുന്നത്. ചമ്പലിൻ്റെ ഉത്ഭവം മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയിലെ മോഹിൽ നിന്നാണ്. എവിടെയാണ് ചമ്പലിൻ്റെ ഉത്ഭവം? മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയിലെ മോഹിൽ നിന്നാണ് ഈ ഒരു ചമ്പലിൻ്റെ ഉത്ഭവം. ഇപ്പോൾ ചമ്പലിൻ്റെ ഉത്ഭവം നമ്മൾ പറഞ്ഞു എവിടെയാണ്? മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയിലെ മോഹിൽ നിന്നാണ് ചമ്പലിൻ്റെ ഉത്ഭവം. അപ്പോൾ ഈ ചമ്പൽ എന്ന് പറഞ്ഞ ഏത് നദിയുടെ പോഷക നദിയാണ്? നമ്മൾ പഠിച്ചതാണ്. ചമ്പൽ യമുനയുടെ പോഷക നദിയാണ്. അത് ചമ്പൽ, ബെത്വ, കെൻ, ടോൺസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ചമ്പലിനെ കുറിച്ചാണ് പറയുന്നത്. യമുനയുടെ പോഷക നദിയാണ്. അപ്പം നമ്മളിപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം പറഞ്ഞാൽ ഹിമാലയൻ നദികളുടെ ഉപദ്വീപീയ പോഷക നദികളെ പറ്റിയാണ്. അതായത് ഗംഗയുടെ പോഷക നദിയായ സോൺ, അതുപോലെ തന്നെ യമുനയുടെ പോഷക നദിയായ ചമ്പൽ, ഇതെല്ലാം തന്നെ എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നുള്ള നദികളാണ്. അപ്പോൾ ഹിമാലയൻ നദികളുടെ ഉപദ്വീപീയ പോഷക നദികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ചമ്പലിനെ കുറിച്ചാണ് ഇപ്പം നമ്മൾ പറയുന്നത്. ചമ്പലിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയിലെ മോഹിൽ നിന്നാണ് ഈ ഒരു ചമ്പൽ നദിയുടെ ഉത്ഭവം. മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയിലെ മോഹിൽ നിന്നാണ്. ചമ്പലിൻ്റെ പഴയ പേരാണ് ചർമാൻവതി. എന്താണ് ചമ്പലിൻ്റെ പഴയ പേര്? ചർമാൻവതി എന്നാണ് ചമ്പലിൻ്റെ പഴയ പേര്. രാജസ്ഥാനിലെ കോട്ടയിലെ ഗാന്ധിസാഗർ ഡാമിലേക്ക് ഒഴുകുന്ന നദിയാണ് ചമ്പൽ. എവിടെയാണ്? രാജസ്ഥാനിലെ കോട്ടയിലെ ഗാന്ധിസാഗർ ഡാമിലേക്ക്. അപ്പോൾ രാജസ്ഥാനിലെ കോട്ടയിലെ ഗാന്ധിസാഗർ ഡാമിലേക്ക് ഒഴുകുന്ന നദിയാണ് ചമ്പൽ. ബുന്ദി, സവായ്, മധോപൂർ, ധോൽപൂർ എന്നിവിടങ്ങളിലൂടെ ഒഴുകി യമുനയിൽ ചേരുന്നു. ഇതാണ് ബുന്ദി, സവായ്, മധോപൂർ, ധോൽപൂർ എന്നിവിടങ്ങളിലൂടെ ഒഴുകി യമുനയിൽ ചേരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് യമുനയുടെ ഒരു പോഷക നദിയാണ് ചമ്പൽ എന്ന്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ് രാജസ്ഥാനിലെ കോട്ടയിലെ ഗാന്ധിസാഗർ ഡാമിലേക്ക് ഒഴുകുന്ന നദിയാണ് ചമ്പൽ എന്ന് പറഞ്ഞു. ചമ്പലിൻ്റെ ഉത്ഭവം എവിടെയാണ്? മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയിലെ മോഹിൽ നിന്നാണ്. ഇനി ചമ്പലിൻ്റെ പ്രധാന പോഷക നദിയാണ് ക്ഷിപ്ര. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ചമ്പലിൻ്റെ പ്രധാന പോഷക നദി ഏതാണ്? ക്ഷിപ്രയാണ്. ചമ്പലിൻ്റെ പ്രധാന പോഷക നദിയാണ് ക്ഷിപ്ര. ചമ്പൽ വിവിധോദ്ദേശ പദ്ധതിയുടെ പ്രധാന ഉപഭോക്താക്കളായ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാനും മധ്യപ്രദേശും. അപ്പോൾ ഈ ഒരു ചമ്പൽ വിവിധോദ്ദേശ പദ്ധതിയുടെ പ്രധാന ഉപഭോക്താക്കളായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാനും മധ്യപ്രദേശും. ചമ്പൽ വിവിധോദ്ദേശ പദ്ധതിയുടെ പ്രധാന ഉപഭോക്താക്കളായ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാനും മധ്യപ്രദേശും. ഇനി നമ്മൾ യമുനയുടെ പോഷക നദികളെ കുറിച്ചപ്പോൾ കെൻ നദിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു കെൻ നദിയുടെ ഉത്ഭവസ്ഥാനം കൂടെ മനസ്സിലാക്കി വയ്ക്കുക. കെയ്മൂർ മലനിരകളാണ്. മധ്യപ്രദേശിലെ കെയ്മൂർ മലനിരകളിലാണ് ഈ ഒരു കെൻ നദിയുടെ ഉത്ഭവസ്ഥാനം. കെൻ നദിയുടെ ഉത്ഭവസ്ഥാനം കെയ്മൂർ മലനിരകൾ, മധ്യപ്രദേശ്.
മധ്യപ്രദേശിലെ പന്ന ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് കെൻ. അത് അങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ പന്ന ദേശീയോദ്യാനത്തിലൂടെ കൂടെ ഒഴുകുന്ന നദി ഏതാണ്? കെന്നാണ്. അപ്പോൾ ഈ ഒരു കെൻ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? കെയ്മൂർ മലനിരകളിൽ നിന്നാണ്. മധ്യപ്രദേശിലെ കെയ്മൂർ മലനിരകളിൽ നിന്നാണ് ഈ ഒരു കെൻ നദിയുടെ ഉത്ഭവസ്ഥാനം. അതുപോലെ പന്ന ദേശീയോദ്യാനത്തിലൂടെ, മധ്യപ്രദേശിലെ പന്ന ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കെൻ. ഇനി ജലഗതാഗതം സുഗമമാക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി മോഡൽ ടെർമിനൽ നിലവിൽ വന്ന നദിയാണ് ഗംഗ. ഇതാണ് ജലഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി മോഡൽ ടെർമിനൽ നിലവിൽ വന്ന നദിയാണ് ഗംഗ. നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലമാണ് മഹാത്മാഗാന്ധി സേതു പാലം. അപ്പം എന്താണെന്ന് പറഞ്ഞത്, നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലമാണ് മഹാത്മാഗാന്ധി സേതു പാലം. ആദ്യത്തേത് ഏതാണ്? ധോള സാദിയ പാലാണ്. ഇപ്പം അത് ഭൂപൻ ഹസാരിക എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തേത് ധോള സാദിയ പാലാണ്. അത് ഭൂപൻ ഹസാരിക എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത്. രണ്ടാമത്തെയാണ് എന്ത്? മഹാത്മാഗാന്ധി സേതു പാലം. നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലം ഏതാണ്? മഹാത്മാഗാന്ധി സേതു പാലമാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഏതാണ്? ധോള സാദിയ പാലമാണ്. ഗംഗയ്ക്ക് കുറുകെ ഋഷികേശിലുള്ള പ്രസിദ്ധമായ 2 തൂക്കുപാലങ്ങളാണ് രാം സൂലയും ലക്ഷ്മൺ സൂലയും. ഗംഗയ്ക്ക് കുറുകെ ഋഷികേശിലുള്ള പ്രസിദ്ധമായ 2 തൂക്കുപാലങ്ങളാണ് രാം സൂലയും ലക്ഷ്മൺ സൂലയും. ഗംഗയ്ക്ക് കുറുകെ ഋഷികേശിലുള്ള പ്രസിദ്ധമായ 2 തൂക്കുപാലങ്ങൾ ഏതൊക്കെയാണ്? രാം സൂലയും ലക്ഷ്മൺ സൂലയും. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? ബംഗ്ലാദേശിൽ ഗംഗ പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ബംഗ്ലാദേശിലെ ഗംഗ പത്മ നദിയായി ഒഴുകുന്നത് ജമുനയുമായി കൂടിച്ചേരുന്നത് വരെയാണ്. അപ്പോൾ ഈ ഒരു ജമുനയുമായി കൂടിച്ചേരുന്നത് വരെ മാത്രമാണ് എന്ത്? ബംഗ്ലാദേശിലെ ഗംഗ പത്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജമുന എന്ന് പറയുന്നത് ഏത് നദിയാണ്? ജമുന എന്നത് ബ്രഹ്മപുത്ര നദിയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നതാണ് ജമുന എന്ന്. അപ്പോൾ ഗംഗയെ ബംഗ്ലാദേശിലെ പത്മ എന്നറിയപ്പെടുമ്പോൾ ബ്രഹ്മപുത്രയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നതാണ് ജമുന എന്ന്. അപ്പോൾ ഈ ഒരു ഗംഗ പത്മ എന്ന പേരിൽ പറഞ്ഞുകൊണ്ട് ഒഴുകുന്നത് എത്ര വരെയാണ്? ജമുനയുമായി, അതായത് ഈ ബ്രഹ്മപുത്രയുമായി കൂടിച്ചേരുന്നത് വരെയാണ് ബംഗ്ലാദേശിൽ ഗംഗ പത്മ എന്ന പേരിൽ ഒഴുകുന്നത്. പത്മ, ജമുന എന്നീ നദികൾ ബംഗ്ലാദേശിലെ ചാന്ദ്പൂരിൽ വെച്ച് കൂട്ടിമുട്ടിയ ശേഷം മേഘ്ന എന്ന പേരിൽ തുടർന്നൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അതായത് ഈ ഒരു പത്മയും ജമുനയും ബംഗ്ലാദേശിലെ ചാന്ദ്പൂരിൽ വെച്ച് കൂട്ടിമുട്ടിയ ശേഷം പിന്നീട് ഈ ഒരു ബ്രഹ്മപുത്ര നദിയും ഗംഗാ നദിയും, അതായത് പത്മയും ജമുനയും കൂട്ടിമുട്ടിയതിന് ശേഷം പിന്നീട് എന്ത് പേരിലാണ് ഒഴുകുന്നത്? മേഘ്ന എന്ന പേരിൽ. മേഘ്ന എന്ന പേരിൽ തുടർന്നൊഴുകി എവിടെ പതിക്കുന്നു? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പോൾ ഈ ഒരു പത്മ, ജമുന എന്ന നദികൾ ബംഗ്ലാദേശിൽ എവിടെ വെച്ചാണ്? ചാന്ദ്പൂരിൽ വെച്ചിട്ടാണ് കൂട്ടിമുട്ടുന്നത്. എന്നിട്ട് മേഘ്ന എന്ന പേര് തുടർന്നൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇനി ഗംഗ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഗംഗാസാഗർ ദ്വീപിലാണ്. ഗംഗ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഗംഗാസാഗർ ദ്വീപിലാണ്. ഗംഗയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഗംഗാസാഗർ ദ്വീപ്. ഗംഗയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ഗംഗാസാഗർ ദ്വീപാണ്. ഗംഗ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഈ ഒരു ഗംഗാസാഗർ ദ്വീപിലാണ്. ഗംഗയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്നൊരു ദ്വീപാണ് ഗംഗാസാഗർ ദ്വീപ്. 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്ന സ്ഥലം എന്താണ്? അതാണ് ത്രിവേണി സംഗമം. എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? അലഹബാദിലാണ്. അതൊക്കെ PSC ചോദിച്ചിട്ടുള്ളതാണ്. 12 വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത് കൂടെ മനസ്സിലാക്കി വയ്ക്കുക. അതാണ് എന്തെന്നറിയപ്പെടുന്നത്? ത്രിവേണി സംഗമം. ത്രിവേണി സംഗമത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു കുംഭമേള നടക്കുന്നത്. ത്രിവേണി സംഗമം എവിടെ വെച്ചിട്ടാണ്? അലഹബാദിലാണ്. അപ്പോൾ ഈ ഒരു ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നദികളുടെ സംഗമങ്ങളാണ്? 3 നദികളുടെയാണ്. ഏതൊക്കെയാണത്? അതായത് ഗംഗ, യമുന, സരസ്വതി. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമമാണിത് ത്രിവേണി സംഗമം. ഇതെവിടെ വെച്ചിട്ടാണ്? അലഹബാദിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് 12 വർഷത്തിലൊരിക്കൽ ഈ ഒരു കുംഭമേള നടക്കുന്നത്.
കുംഭമേള ആഘോഷിക്കുന്ന സ്ഥലങ്ങളാണ് ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. കുംഭമേള ആഘോഷിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. ഇനി എത്ര വർഷം കൂടുമ്പോഴാണ് അർദ്ധ കുംഭമേള ആഘോഷിക്കുന്നത്? 6 വർഷം കൂടുമ്പോഴാണ്. എത്ര വർഷം കൂടുമ്പോഴാണ് അർദ്ധ കുംഭമേള ആഘോഷിക്കുന്നത്? 6 വർഷം കൂടുമ്പോഴാണ്. ഇനി അർദ്ധ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിദ്വാറും അലഹബാദുമാണ്. അർദ്ധ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളാണ് ഹരിദ്വാർ, അലഹബാദ്. നമ്മൾ പറഞ്ഞു കുംഭമേള ആഘോഷിക്കുന്നത് എവിടേക്കാണ്? ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. കുംഭമേള ആഘോഷിക്കുന്ന സ്ഥലങ്ങളാണ് ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. എന്നാൽ അർദ്ധ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഹരിദ്വാറും അലഹബാദും. ഇനി മഹാകുംഭമേള നടക്കുന്ന പ്രദേശം ഏതാണ്? അലഹബാദാണ്. മഹാകുംഭമേള നടക്കുന്ന പ്രദേശമാണ് അലഹബാദ്. മഹാകുംഭമേള നടക്കുന്നത് 144 വർഷത്തിലൊരിക്കലാണ്. മഹാകുംഭമേള നടക്കുന്നത് 144 വർഷത്തിൽ ഒരിക്കലാണ്. ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗം ഏതാണ്? ഗംഗ ഡോൾഫിനാണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗമാണ് ഗംഗ ഡോൾഫിൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? അമരാവതിയാണ്. അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് അമരാവതി. കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് മന്ദാകിനി. കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? മന്ദാകിനിയാണ്. ഇനി ബദരീനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് അളകനന്ദ. കേദാർനാഥ് നമ്മൾ പറഞ്ഞു എവിടെയാണ്? മന്ദാകിനി നദീതീരത്താണ്. എന്നാൽ ബദരീനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് അളകനന്ദ. അപ്പോൾ നമ്മൾ പറഞ്ഞു അമർനാഥ് എവിടെയാണ്? അമരാവതിയുടെ തീരത്താണ്. കേദാർനാഥ് മന്ദാകിനിയാണ്. ബദരീനാഥ് അളകനന്ദയാണ്. ഗംഗാ നദിയിലെ ജീവൽ സമ്പത്ത് കണക്കാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു നദീജല സെൻസസിന് തുടക്കം കുറിച്ച സൊസൈറ്റിയാണ് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. അപ്പോൾ എന്താണ്? ഗംഗാ നദിയിലെ ജീവൽ സമ്പത്ത് കണക്കാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു നദീജല സെൻസസിന് തുടക്കം കുറിച്ച സൊസൈറ്റിയാണ് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. ഈ ഒരു ക്ലീൻ ഗംഗ മിഷന് 120 മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ച രാജ്യമാണ് ജർമ്മനി. അപ്പോൾ എന്താണ്? ഗംഗാനദിയിലെ ജീവൽ സമ്പത്ത് അത് കണക്കാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു നദീജല സെൻസസിന് തുടക്കം കുറിച്ച സൊസൈറ്റിയാണ് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ, NMCG. ഈ ഒരു മിഷന് 120 മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ച രാജ്യമാണ് ജർമ്മനി. കുട്ടികളിൽ ഗംഗാനദിയുടെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അവബോധം വളർത്താൻ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ സംഘടിപ്പിച്ച ബോധവൽക്കരണ മേളയാണ് ബാൽഗംഗാ മേള. അപ്പോൾ എന്താണ് പറയുന്നത്? കുട്ടികളിൽ ഈ ഒരു ഗംഗാ നദിയുടെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ സംഘടിപ്പിച്ച ബോധവൽക്കരണ മേളയാണ് ബാൽഗംഗാ മേള. ഇനി ഗംഗാ നദിയിലെ ഏത് പദ്ധതിക്കാണ് ലോക ബാങ്ക് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി കരാറിലേർപ്പെട്ടത്? ജൽമാർഗ് വികാസ് പ്രോജക്റ്റിനാണ്. ഗംഗാ നദിയിലെ ഏത് പദ്ധതിക്കാണ് ലോക ബാങ്ക് ഇൻലാൻഡ് വാട്ടർവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി കരാറിലേർപ്പെട്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ജൽമാർഗ് വികാസ് പ്രോജക്റ്റിനാണ്. അപ്പോൾ ഈ ഒരു ലോക ബാങ്ക് ഇൻലാൻഡ് വാട്ടർവേസുമായിട്ട് കരാറിൽ ഒപ്പിട്ടത് ഏത് പ്രോജക്റ്റിനാണ്? ജൽമാർഗ് വികാസ് പ്രോജക്റ്റാണ്. ഗംഗാ നദിയിലൊരു പ്രൊജക്റ്റാണത്, ജൽമാർഗ് വികാസ് പ്രോജക്റ്റ്. അപ്പോൾ ലോക ബാങ്ക് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റിയുമായിട്ട് കരാറിലേർപ്പെട്ടതാണ് ഈ ഒരു ജൽമാർഗ് വികാസ് പ്രോജക്റ്റിന്. അടുത്തത് സരസ്വതി നദിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിച്ച് തെക്കോട്ടും തുടർന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ രാജസ്ഥാനിലൂടെയും ഒഴുകിയിരുന്ന നദിയാണ് സരസ്വതി നദി. അപ്പോൾ ഇന്നിപ്പോൾ ഈ നദി ഭൂമിക്കടിയിൽ കൂടെ ഒഴുകുന്നതാണ് എന്നാണ്. അപ്പോൾ എന്താ പറയുന്നത്? ഹിമാചൽ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് തെക്കോട്ടും തുടർന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ രാജസ്ഥാനിലൂടെയും ഒഴുകിയിരുന്ന നദിയാണ് സരസ്വതി നദി.
ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയയുടെ ഫലമായിട്ട് എന്താണ് ഈ ഒരു നദി, സരസ്വതി നദി എന്ത് സംഭവിച്ചു? അപ്രത്യക്ഷമായി ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സരസ്വതി നദി ഇന്നും ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്നാണ്. അപ്പോൾ എന്താണ്, ഹിമാലയത്തിൻ്റെ ആ ഒരു പർവ്വത രൂപീകരണ പ്രക്രിയയുടെ ഫലമായി ഈ ഒരു സരസ്വതി നദി അപ്രത്യക്ഷമായി, എന്നാൽ ഇന്നും ഇത് ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. വേദകാലഘട്ടത്തിൽ ഒഴുകിയിരുന്ന സരസ്വതി നദിയുടെ പോഷക നദികളാണ് സത്ലജ്, യമുന, ദൃശാവതി. വേദകാലഘട്ടത്തിൽ ഒഴുകിയിരുന്ന സരസ്വതി നദിയുടെ പോഷക നദികളാണ് സത്ലജ്, യമുന, ദൃശാവതി. വേദകാലഘട്ടത്തിൽ ഒഴുകിയിരുന്ന സരസ്വതി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? സത്ലജ്, യമുന, ദൃശാവതി. പുരാണ കഥകളിൽ പരാമർശിക്കുന്ന സരസ്വതി നദി യാഥാർത്ഥ്യമാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി അധ്യക്ഷനാണ് KS വാൽഡിയ. എന്താണ്, പുരാണ കഥകളിൽ ഒരു പരാമർശിക്കുന്ന സരസ്വതി നദി സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി അധ്യക്ഷനാരാണ്? KS വാൽഡിയാണ് ഇങ്ങനെ ഈ ഒരു സരസ്വതി നദി ഉണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. അടുത്തത്, മഴക്കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യൻ നദിയാണ് ഗാഗർ ഹാക്ര. മഴക്കാലത്ത് മാത്രം ഒഴുകുന്ന ഒരു ഇന്ത്യൻ നദി ഏതാണ്? ഗാഗർ ഹാക്ര. ശാസ്ത്രജ്ഞന്മാർ സരസ്വതി നദിയുടെ ഇപ്പോഴത്തെ ശേഷിപ്പ് എന്ന് കരുതുന്ന ഒരു നദീസഞ്ചയം കൂടിയാണ് ഗാഗർ ഹാക്ര. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ കാലിബംഗാൻ എന്നൊരു നഗരം ഏത് നദീതീരങ്ങളിലായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗാഗറാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിന്ധു നദീതട സംസ്കാരം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സിന്ധു നദീതട സംസ്കാരങ്ങളിലൊന്നായ കാലിബംഗാൻ ആ ഒരു നഗരം ഏത് നദീതീരത്താണ്? ഗാഗർ നദീതീരത്താന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇതൊരു സരസ്വതി നദിയുടെ ഇപ്പോഴത്തെ ശേഷിപ്പ് എന്ന് കരുതുന്നതാണ് ഈ ഒരു ഗാഗർ ഹാക്ര. മഴക്കാലത്ത് മാത്രമാണ് ഇതൊഴുകുന്നത്. ഇനി ഞാൻ ജസ്റ്റ് നദീജല കരാറുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ സിന്ധു നദിയെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവരൊന്ന് കണ്ടു നോക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് തന്നെയാണ്. അപ്പോൾ എന്താണ്, സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും പാകിസ്ഥാനുമാണ്. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ, അപ്പോൾ നമുക്കറിയാം സിന്ധു ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ ആ ഒരു സിന്ധു നദീജല കരാറുമായിട്ട് ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. ആ കരാറിൽ ഒപ്പുവെച്ച ഡേറ്റ് വരെ കൊല്ലം വരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? 1960കളിലാണ്. 1960ലാണ് ഈ ഒരു സിന്ധു നദീജല കരാർ. അടുത്തത്, ഗംഗാ നദീജല സന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, ബംഗ്ലാദേശ്. ഗംഗാ നദീജല സന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. 1996ലാണ്. അപ്പോൾ ഇന്ത്യ, ബംഗ്ലാദേശ് എന്താണ്, ഗംഗാ നദീജല സന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ്. 1996ലാണ്. ഇനി മഹാകാളി നദീജല സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, നേപ്പാൾ. അത് 1996 തന്നെയാണ്. മഹാകാളി നദീജല സന്ധി ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും നേപ്പാളും തമ്മിലാണ്. അതുപോലെ തന്നെ കോസി റിവർ ബാരേജ് കരാർ, അത് ഇന്ത്യയും നേപ്പാളാണ്. 1954ലാണ്. കോസി റിവർ ബാരേജ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, നേപ്പാൾ. 1954. നെക്സ്റ്റ്, ഗണ്ഡക് റിവർ ബാരേജ് കരാർ ഒപ്പുവെച്ചതാണ് ഇന്ത്യ, നേപ്പാൾ. ഗണ്ഡക് റിവർ ബാരേജ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, നേപ്പാൾ. 1959ലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗംഗാ നദിയുമായിട്ട് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഹിമാലയൻ നദികളിൽ പഠിക്കാനുള്ളത് ബ്രഹ്മപുത്ര നദിയെക്കുറിച്ചാണ്. അടുത്തൊരു ക്ലാസ് ബ്രഹ്മപുത്ര നദിയെക്കുറിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഓരോ വീഡിയോസും 1-2 വട്ടം തന്നെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബൈഹാർട്ടാവും. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നമുക്കൊരു റിവിഷൻ എപ്പോഴും ആവശ്യമാണ്. നമ്മൾ വെറുതെ വായിച്ചു പോയതുകൊണ്ട് കാര്യമില്ല. റിപ്പീറ്റ് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓരോ കാര്യങ്ങളും. അപ്പോൾ നന്നായി തന്നെ പഠിക്കുക. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.